ഓക്കെ. അപ്പൊ നമ്മൾ ഏത് ടോപ്പിക് ആയിരുന്നു എടുക്കാമെന്ന് പറഞ്ഞത്? മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ച് എന്തൊക്കെ അറിയാൻ ഇത് എന്തൊക്കെയാ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളത്? അത് മാസ്ലോ ആണ് പ്രപ്പോസ് ചെയ്തത്. ഉം. മാസ്ലോ ഒരു പിരമിഡ് രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ 5 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ. ഫസ്റ്റ് ഓക്കെ, ടെൻഷൻ ആവണ്ട, ബാക്കി നമുക്ക് പറയാം. നമുക്ക് ഒരുമിച്ച് പഠിച്ചു പോവാം അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിനകത്താണല്ലോ അബ്രഹാം മാസ്ലോന്റെ നീഡ് തിയറി ഉള്ളത് അല്ലേ? അപ്പൊ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവില് വേറൊരു തിയറിയും കൂടെ ഉണ്ടായിരുന്നു. അത് ഏതാന്ന് ഓർമ്മയുണ്ടോ? കാൾ റോജേഴ്സ് ആണോ? ആ, വെരി ഗുഡ്. അപ്പൊ റോജേഴ്സിന്റെ സെൽഫ് തിയറിയും അതുപോലെ തന്നെ അബ്രഹാം മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ് തിയറിയാണ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിലുള്ളത്. അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ പഠിക്കാൻ പോണത് മാസ്ലോയുടെ തിയറിയാ. ഓക്കെ. അപ്പം നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ഫുൾഫിൽ ചെയ്യുകയും അതുപോലെ തന്നെ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിയറി അബ്രഹാം മാസ്ലോ മെയിൻ ആയിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരു 1943 ഒക്കെ ആയി കഴിഞ്ഞപ്പം അബ്രഹാം മാസ്ലോയ്ക്ക് തോന്നി നമ്മളെ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ്, ഓരോരുത്തർക്കും എങ്ങനെയാണ് അവരുടെ ബിഹേവിയർ പോകുന്നത്, മുന്നോട്ട് പോകുന്നത്, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു തിയറി കൊണ്ടുവന്നു. അപ്പം മാസ്ലോ എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ഹ്യൂമൻ നീഡ്സ് എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. അതായത് ഇപ്പം എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് തന്നെ ആവണമെന്നില്ലല്ലോ ഇതൊക്കെ ആവശ്യമുള്ള കാര്യങ്ങളും, ആണോ? അല്ല. അപ്പം കറന്റ്ലി എനിക്ക് വേണ്ട നീഡ്സും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ ഡിസിഷൻസ്, എന്റെ പ്രയോറിറ്റീസ് അതൊക്കെ ഷേപ്പ് ചെയ്യുന്നതിന് ഒരു ഹൈറാർക്കി വേണമെന്ന് കണ്ടുപിടിച്ചത് അബ്രഹാം മാസ്ലോയാണ്. അപ്പൊ ഈ ഹൈറാർക്കിയുടെ പ്രത്യേകത എന്തായിരുന്നു പ്രത്യേകത? ഹൈറാർക്കിയിലുള്ള ഓരോ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്താലാണ് നെക്സ്റ്റ് ഇതിലേക്ക് പോവാ. ആ, അതെ. അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ? ഏറ്റവും ഫിസിയോളജിക്കൽ നീഡ്, അതായത് എല്ലാവർക്കും സർവൈവ് ചെയ്യാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു നീഡ് ആയിരിക്കും എവിടെ ഉണ്ടാവുക? ആ, അതെ. ആ ഹൈറാർക്കിന്റെ ബേസിൽ ഉണ്ടാവുന്നത്, അതായത് താഴെയുള്ളത് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡാണ്. ഫിസിയോളജിക്കൽ നീഡ് എന്താന്നൊക്കെ നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഹയർ ഓർഡർ നീഡ്സ് എന്ന് വെച്ചാൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ടഫ് ആയിട്ടുള്ള നീഡ്സ് പിന്നീട് മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്? ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് 5 നീഡ്സ്. ഏറ്റവും ബേസിക് എന്തായിരുന്നു? ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഒരാൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ. അതെന്തൊക്കെ വരും? ഫുഡ്, വാട്ടർ, ഫുഡ്, വാട്ടർ, എന്തോ നല്ല എൻവയോൺമെന്റ് ലൈക്ക് ബ്രീത്തിങ് ഒക്കെ. ബ്രീത്തിങ്, പിന്നെ ഷെൽട്ടർ, ഡ്രസ്സ്, സ്ലീപ്പ്, ഇതൊക്കെ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നതാ അല്ലേ? പിന്നെ അടുത്ത സ്റ്റേജ് ആണ് ഏത്? സേഫ്റ്റി നീഡ്. സേഫ്റ്റി നീഡിൽ എന്തൊക്കെ വരും? ഷെൽട്ടർ, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, പിന്നെ ഹെൽത്ത് പ്രോപ്പർ ആയിരിക്കും, അതൊക്കെ സേഫ്റ്റി നീഡ്സിൽ വരുന്നതല്ലേ? പിന്നെ അടുത്ത സ്റ്റേജ് ആണ് ഏത്? അടുത്ത നീഡാണ് ഏത്? ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. അതെന്താ? അത് ഈ റിലേഷൻഷിപ്പ്, ഇങ്ങനെ ഫ്രണ്ട്സ്, ഫാമിലി, പാർട്ട്ണർ, അങ്ങനെ റിലേഷൻഷിപ്പ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷനും നമ്മുടെ റിലേഷൻഷിപ്പും എത്രത്തോളം നല്ലതായിരിക്കണം. അതായത് നമ്മുടെ ആ ഒരു നീഡിനെയാണ്, നമ്മുടെ ഒരു ആവശ്യമാണല്ലോ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാർ മൊത്തം നമ്മളുമായിട്ട് നല്ല ഇന്ററാക്റ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളത്. ആ ഒരു നീഡാണ് ഇത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്. അടുത്ത നീഡാണ് എസ്റ്റീം നീഡ്. അതെന്താ? അതെ, സെൽഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് വെച്ചാൽ സെൽഫ് റെസ്പെക്ട്. എന്നെ എല്ലാവരും ബഹുമാനിക്കണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട റെസ്പെക്ട് എല്ലാവരും തരണം, എനിക്ക് വേണ്ട റെപ്യൂട്ടേഷൻ കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള അച്ചീവ്മെന്റ് കിട്ടണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് എസ്റ്റീം നീഡ്. ഏറ്റവും ഫൈനൽ നീഡായ സെൽഫ് ആക്ച്വലൈസേഷൻ എന്താണ് അപ്പം? അതായത് സെൽഫിനെ ഫുള്ള് മനസ്സിലാക്കിയിട്ട് നമ്മുടെ
കറക്റ്റ് ആണ്. നമ്മുടെ ഫുള്ളി പൊട്ടൻഷ്യലിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ സ്റ്റേജ്. അപ്പൊ അവിടെ എന്തൊക്കെ ഉണ്ടാവും? നമ്മുടെ ക്രിയേറ്റിവിറ്റി, പിന്നെന്താ നമ്മുടെ ഗ്രോത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റേജിലാണ് വരുന്നത് അല്ലെ. ഇതാ നോക്കിക്കേ, ഓരോ ലെവൽ വെച്ചിട്ട് നോക്കിക്കേ. ഫിസിയോളജിക്കൽ നീഡിനകത്ത് വേണ്ടത് എന്തൊക്കെയാണ്? ബ്രീത്ത് ചെയ്യാനുള്ള എയർ വേണം, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, സ്ലീപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ അടുത്ത നീഡ് ആവശ്യമുള്ളൂ. അതായത് ഫുഡും വാട്ടറും ഒന്നും ഇല്ലാതെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് കിട്ടിയിട്ട് കാര്യമുണ്ടോ? എത്രത്തോളം ജീവിക്കാൻ പറ്റും ഫുഡൊന്നും ഇല്ലാണ്ട്? അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമായ ഫിസിയോളജിക്കൽ നീഡാണ് ഈ ഹൈറാർക്കി ഓഫ് നീഡിന്റെ ബേസ് ലെവലിൽ കിടക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ പ്രൊട്ടക്ഷൻ. എന്തെങ്കിലും ഹാം ആയിട്ടുള്ള സംഭവങ്ങളിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ളൊരു തോന്നല്, ഫിസിക്കലി നമ്മൾ സെക്യൂർ ആവണം എന്ന് തോന്നൂലേ? അതായത് നമുക്ക് ഉപദ്രവങ്ങളൊന്നും പുറമേ നിന്ന് നമുക്ക് പുറമേ നിന്നുള്ള ഹാം ഒന്നും വരാതെ, അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ആയിരിക്കണം, നമ്മളൊരു വെൽബീങ് ഒക്കെ പ്രോപ്പർ ആയിരിക്കണം. പിന്നെന്താ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമുക്കൊരു നല്ലൊരു ജോബ് വേണം. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുന്നത് ഏതിലാണ്? സേഫ്റ്റി നീഡിലാണ് അല്ലെ. നമുക്കിതൊരു ഡിസ്കഷൻ മോഡിൽ പോവാട്ടോ, കേട്ടോണ്ടിരുന്ന മാത്രം പോരാ. ഓക്കെ, അടുത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് അല്ലേ. അതിനകത്ത് എന്തായിരുന്നു? നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, പിന്നെന്താ ഫാമിലി റിലേഷൻഷിപ്പ്, റൊമാൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട്. നമുക്ക് സ്നേഹിക്കാൻ കുറച്ച് ആൾക്കാരില്ലെങ്കിൽ, അതിപ്പം ഒരാളാവണം എന്നില്ല, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരോ ഒന്നും നമ്മളെ സ്നേഹിക്കാനില്ല എന്നാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ. അപ്പം ഈ ഒരു നീഡും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ. അടുത്ത നീഡാണ് നമുക്ക് നമ്മളെ തന്നെ ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നുന്ന രീതിയിൽ, അതായത് മറ്റുള്ളവരിൽ നിന്നുള്ള റെസ്പെക്റ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ് വേണം, എനിക്ക് എന്റെ എബിലിറ്റീസിൽ എന്റെ എന്തൊക്കെ കപ്പാസിറ്റീസ് ഉണ്ടോ അതിനോടൊക്കെ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നത് ഏത് നീഡിലാണ്? ഓക്കെ, അടുത്തത് സെൽഫ് ആക്ച്വലൈസേഷൻ. അവിടെ എന്തായി? ഫുൾ പൊട്ടൻഷ്യൽ എത്തി. പേഴ്സണൽ ഗ്രോത്ത് വന്നു, ക്രിയേറ്റിവിറ്റി ഒക്കെ വന്നു അല്ലെ. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ഈ 5 സ്റ്റേജും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് അല്ലെ. മറന്നു പോവോ? ഇല്ല. ഒന്ന് പറഞ്ഞ ഏതൊക്കെ സ്റ്റേജ് ആയിരുന്നു? ഫിസിയോളജിക്കൽ നീഡ്, പിന്നെ സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, പിന്നെ എസ്റ്റീം, സെൽഫ് എസ്റ്റീം, പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ എങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ? അടുത്ത സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നീഡ്സ് എന്ന് വെച്ചാൽ എന്താ? അതായത് മേലുള്ള അതെ, നമ്മള് ഹയർ ഓർഡർ നീഡ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് ഫുഡ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. കാരണം അവർക്ക് ഏറ്റവും അത്യാവശ്യം ഫുഡാണ്. ഫുഡ് വയറ്റിലേക്ക് എന്തെങ്കിലും ചെന്നാൽ മാത്രമല്ലേ ക്രിയേറ്റിവിറ്റി വരുള്ളൂ, അപ്പോഴല്ലേ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ലോവർ ലെവൽ നീഡ്സ് ഫസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം എവിടേക്ക് പോവാൻ? ഹയർ ലെവലിലേക്ക് പോവാൻ. അപ്പൊ ഈ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ച് കുറെ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്, കുറച്ച് മിത്തുകളുണ്ട്. അതിലൊന്നാണ് കംപ്ലീറ്റ് ഫുൾഫിൽമെന്റ് റിക്വയർഡ് ആവണം എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ 5 സ്റ്റേജ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ 5 സ്റ്റേജിലും 100% സാറ്റിസ്ഫാക്ഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണമെന്നുണ്ടോ? ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് സ്റ്റേജ്, ആ ഒരു നീഡിനകത്ത് നിങ്ങൾക്ക് ചിലപ്പം നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരാള്, നല്ല സ്നേഹത്തിൽ ഉണ്ടായിരുന്ന ഒരാള്, മീൻസ് ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സണുമായിട്ട് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ആ റിലേഷൻഷിപ്പ് നമ്മൾ ബ്രേക്ക് ചെയ്യുമല്ലോ. അപ്പൊ
അത് ബ്രേക്ക് ചെയ്തത് കൊണ്ട് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാതിരിക്കൂ? ഇല്ല ഇല്ല. ഇല്ല. ഒരാളല്ലെങ്കിൽ വേറൊരാള് അല്ലേ? ആ, അപ്പൊ നമുക്ക് 100% സാറ്റിസ്ഫാക്ഷൻ വേണമെന്നില്ല അടുത്ത ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് കംപ്ലീറ്റ് ഫുൾഫിൽമെന്റ് കിട്ടണം എന്നില്ല അല്ലേ? ഓക്കെ. അപ്പൊ അല്ലാതെ തന്നെ നമുക്ക് ഈ ലോവർ വണ്ണിൽ നിന്നും ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റും. എങ്ങനെ? അതായത് കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിലും പോകാൻ പറ്റും. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്കിതൊന്നും കുറച്ചെങ്കിലും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം ഒരാളല്ലെങ്കിൽ ഫാമിലിയിലെ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പോ ഇന്ററാക്ഷനോ ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഓക്കെ. അടുത്തൊരു മിത്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സീക്വൻഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യണം എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു 5 സ്റ്റേജ് കറക്റ്റ് ഈ ഓർഡർ തന്നെ പോണം എന്നുള്ളത് ഒരു മിത്താണ്. എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം സേഫ്റ്റി നീഡിൽ നിൽക്കുമ്പോൾ തന്നെ ചിലപ്പം എസ്റ്റീം നീഡിലേക്ക് നമ്മൾ പോയിന്ന് വരാം. അതായത് സേഫ്റ്റി എന്ന് വെച്ചാൽ എന്താ, ഫിസിക്കൽ സെക്യൂരിറ്റി, അതുപോലെ ജോബ് സെക്യൂരിറ്റി, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതലായിട്ട് ആ സെക്യൂരിറ്റി ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പം തോന്നാം എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്ട് വേണം. അല്ലെങ്കിൽ ഇപ്പം ജോബ് സെക്യൂരിറ്റി ഒക്കെ പറയുമ്പോൾ തന്നെ ഇന്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നത്, എനിക്ക് കിട്ടണം, വേറെ ആൾക്കാരിൽ നിന്ന് ഞാൻ മുന്നിട്ട് നിൽക്കണം, എനിക്ക് ആ ഇന്റർവ്യൂവില് സെലക്ഷൻ കിട്ടണം എന്നല്ലേ വിചാരിക്കുള്ളൂ. അപ്പം എനിക്ക് അച്ചീവ്മെന്റ് കിട്ടണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് മാറാൻ പറ്റും. അപ്പം ഈ ഒരു ഓർഡർ തന്നെ കീപ്പ് ചെയ്യണമെന്നില്ല, പക്ഷെ ഈ സാധനങ്ങളൊക്കെ ആവശ്യമാണ്. അടുത്തൊരു മിത്താണ് മാസ്ലോ ഈ പിരമിഡ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത്. അതായത് ഈ കറക്റ്റ് ഇങ്ങനെ ഒരു പിരമിഡ് തന്നെ വേണം എന്നുള്ളത് മാസ്ലോ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അതായത് മാസ്ലോന്റെ ഈ ഒരു വർക്ക്, അതായത് ഈ 5 സ്റ്റേജിന്റെ കാര്യം മാസ്ലോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മറ്റുള്ളവരാണ് ഈ കറക്റ്റ് ഇങ്ങനെ തന്നെ പോണം, ഈ ഓർഡർ തന്നെ കീപ്പ് ചെയ്യണം എന്നുള്ള ഫ്രെയിം വർക്ക് ഒക്കെ കൊണ്ടുവന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ 3 അപ്പം മാസ്ലോ പറഞ്ഞതല്ല, അത് മിത്തായിട്ട് അല്ല, മാസ്ലോ പറഞ്ഞതല്ല. ഈ ഒരു തിയറിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ഹൈറാർക്കി ഓഫ് നീഡ് തിയറിനെ കുറിച്ചുള്ള ഒരു മിത്താണ്, മിസ്കൺസെപ്ഷൻ ആണ്. ഓക്കെ. അപ്പം അടുത്തൊരു പോയിന്റ് ആണ്, നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തായാലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ ചിന്തിക്കുന്ന പോലെ ആവണമെന്നില്ല നിത ചിന്തിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മുടെ ഈ നീഡ് തിയറി ഫുൾഫിൽ ചെയ്യുന്നതിലും ഇൻഡിവിജ്വൽ വേരിയേഷൻസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ കൾച്ചറൽ ഡിഫറൻസുകൾ നമ്മളെ എഫക്ട് ചെയ്യാം, പേഴ്സണൽ പ്രയോറിറ്റീസ്, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ്. ഈ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഏത് കൾച്ചറിലാണോ അതെ അതെ. നമ്മള് 2 ടൈപ്പ് ഓഫ് കൾച്ചറാണ് മെയിൻ ആയിട്ടുള്ളത്, ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറും കളക്ടിവിസ്റ്റിക് കൾച്ചറും. നമ്മൾ ഏത് കൾച്ചറിലാണ് അറിയോ? നമ്മള് കളക്ടിവിസ്റ്റിക് ആണ്. വെരി ഗുഡ്, കളക്ടിവിസ്റ്റിക് കൾച്ചറിലാണ്. ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ മെയിൻ ആയിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം അവരെന്താ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? അവരുടെ അച്ചീവ്മെന്റിന്, അവരുടെ സെൽഫ് ആക്ച്വലൈസേഷൻ, അവർക്ക് സെൽഫിനാണ് പ്രയോറിറ്റി കൊടുക്കുക കൂടുതൽ. പക്ഷെ നമ്മൾ കളക്ടിവിസ്റ്റിക് കൾച്ചറിന്റെ പ്രത്യേകത എന്താ? നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഏത് സൊസൈറ്റിയിലാണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിലാണോ ഉള്ളത്, അവിടുത്തെ നീഡിനെ ഫുൾഫിൽ ചെയ്യാനാണ് ആദ്യം നോക്കുക, അല്ലേ? നമ്മൾ ഏത് കാര്യം ചെയ്യുവാണെങ്കിലും സൊസൈറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിക്കില്ലേ? എന്നിട്ടല്ലേ ഒരു കാര്യം ചെയ്യുള്ളൂ. പക്ഷെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യാ? അവർക്ക് അവരുടെ കാര്യം മാത്രമേ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം ആ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിലും ഇവിടെ ഡിഫറൻസ് വരും. എങ്ങനെയാ വരിക? അതായത് നമ്മളിപ്പം കൾച്ചറിന്റെ നോക്കുന്നോണ്ട് തന്നെ നമുക്ക് സാറ്റിസ്ഫൈ ആവണമെന്നില്ലല്ലോ. ലൈക്ക് എങ്ങനെ നമ്മള് കൾച്ചറൽ ഡിഫറൻസ് വരുമ്പോ
ഇപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ഫിസിയോളജിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ സേഫ്റ്റി നീഡ്സും ഒക്കെ ഫുൾഫിൽ ചെയ്ത് പോകും. അവർക്ക് പക്ഷെ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് അത്രത്തോളം അവരതിനെ ഫോക്കസ് ചെയ്യണം എന്നില്ല. അവര് നേരെ എവിടേക്കാ പോവാ? എസ്റ്റീം നീഡ്സിലേക്ക് പോവും. പിന്നെ അതുവഴി എവിടേക്ക് പോവും? സെൽഫ് ആക്ച്വലൈസേഷനിൽ പോവും. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത എന്താ? നമ്മളൊരു മൂന്നാമത്തെ സ്റ്റേജ് എത്തുമ്പോഴേക്കും അവിടെ അങ്ങ് കുടുങ്ങും അല്ലേ? പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ലേ? അതായത് അവിടുന്ന് എന്തെങ്കിലും ഒരു റിജക്ഷനോ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം അവിടെ ഒരു ടെസ്റ്റ് ആവും. അപ്പൊ അതൊക്കെ ഈ നമ്മുടെ നീഡ്സ്, ഹൈറാർക്കി ഓഫ് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിൽ എഫക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ അടുത്തതാണ് പേഴ്സണൽ പ്രയോറിറ്റീസ്. അതെന്താ ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ പ്രയോറിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അതെ 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 നമ്മള് ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറൻസ് ഉണ്ടാവും. അപ്പം ഏറ്റവും ചില ആൾക്കാർക്ക് എന്താ, അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക സോഷ്യൽ കണക്ഷനായിരിക്കും. അതായത് എനിക്ക് ചുറ്റും കുറെ ആൾക്കാർ വേണം, എനിക്ക് കൂടുതൽ കമ്പനി വേണം, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് നല്ലൊരു ഇന്ററാക്ഷൻ വേണം, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറെ ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. ഈ ആൾക്കാർക്ക് എന്താ, എസ്റ്റീം, സെൽഫ് എസ്റ്റീമിനോ റെക്കഗ്നിഷനോ ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ ഒരു സോഷ്യൽ കണക്ഷനായിരിക്കും. ചില ആൾക്കാർ പക്ഷെ എന്താ ചെയ്യാ, സെൽഫ് എസ്റ്റീമിന് കൊടുക്കും, അതായത് സോഷ്യലി അല്ലാതെ സെൽഫിന്. അതെ, ഈ സോഷ്യൽ കണക്ഷനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനേക്കാളും കൂടുതൽ മെറ്റീരിയൽ സേഫ്റ്റിക്ക് മാത്രം, അതായത് ഈ പൈസ വേണം, പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എൻ്റെ എസ്റ്റീമൊക്കെ കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പല ആൾക്കാരിൽ നിന്നും റെസ്പെക്ട് കിട്ടണമെങ്കിലൊക്കെ ഞാൻ നല്ല രീതിയിൽ മെറ്റീരിയൽ സേഫ്റ്റി എന്ന് വെച്ചാൽ എന്താ, നമ്മളെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലേ? മാം, ഈ സോഷ്യൽ വരുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്സിലാണോ? സോഷ്യൽ വരുന്നതോ? അതായത് സോഷ്യൽ കണക്ഷൻ വരുന്നത് അങ്ങനെയല്ലടാ. ഇതിനകത്ത് നമ്മളെ ഈ എല്ലാ നീഡ്സിനകത്തും ഡിഫറൻസ് ഉണ്ടാവാം. ഈ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവാം എന്നേ ഉള്ളൂ. ഓരോ നീഡ്സ് ആയിട്ട് സ്പെസിഫൈ ചെയ്തല്ല ഇപ്പൊ പറയുന്നത്. അതായത് കൾച്ചറൽ ഡിഫറൻസിനനുസരിച്ച് ഈ 5 നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവാം. അതുപോലെ പേഴ്സണൽ പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമ്മൾ ഈ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, പിന്നെ ക്ലിയർ ആയോ നിത? ക്ലിയർ ആയിരുന്നോ? ഹലോ ഹലോ മാം, റേഞ്ച് ഇഷ്യൂ ആയിട്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഏത് സ്ലൈഡിലേക്ക് എത്തി? ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായിരുന്നോ? മനസ്സിലായി മാം. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ പേഴ്സണൽ പ്രയോറിറ്റീസ്. അതെ, അതായത് ഈ 2 സാധനങ്ങളും എന്താ പറയുന്നത്, കൾച്ചറൽ ഡിഫറൻസിനും പേഴ്സണൽ പ്രയോറിറ്റിക്കും അനുസരിച്ച് നമ്മള് നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഓരോ നീഡ്സും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ പ്രത്യേകത എന്താ? അവര് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്കാണോ, എന്ന് വെച്ചാൽ പൈസക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുക? അതിലും അവര് കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനായിരിക്കും അവര് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലേ? അല്ലേ? ഓക്കെ, അപ്പൊ അവർക്ക് പൈസ കിട്ടണം എന്നുണ്ട്, പക്ഷെ പൈസക്ക് വേണ്ടി അവരുടെ ക്രിയേറ്റിവിറ്റിയിൽ ചേഞ്ചസ് വരുത്താനൊന്നും അവർ തയ്യാറായിരിക്കില്ല. ശരിയല്ലേ?
ആ ആ ശരി. എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? മാം പറയുന്നത് ഇങ്ങനെ നല്ല സ്റ്റക്ക് ആയിട്ടാ കേൾക്കണേ. റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. അടുത്തത് കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ് ആണ്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഞാനിപ്പോ പറഞ്ഞത് ക്ലിയർ ആയോ? ആ ഇപ്പൊ ഇപ്പൊ ക്ലിയർ ആണ്. അപ്പം ഈ ഒരാൾക്ക് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരാളുടെ കോണ്ടെക്സ്റ്റ് ഏതാണെന്ന് നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ ആ ആൾക്കാർ എന്താ ആദ്യം നോക്കുക? ഇവർക്ക് ട്രാൻസ്ഫർ കിട്ടിയ സ്ഥലത്ത് കുട്ടികൾക്ക് പറ്റിയ എഡ്യൂക്കേഷൻ സെറ്റപ്പ് ഉണ്ടോ? അതായത് നല്ലൊരു സ്കൂൾ ഉണ്ടോ? നല്ലൊരു എഡ്യൂക്കേഷൻ ഏരിയ ഉണ്ടോ? അങ്ങനെയൊക്കെ നോക്കില്ലേ? ചൈൽഡിന് സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണോ ഉള്ളത്? ഇങ്ങനെയൊക്കെ നോക്കില്ലേ? മാം ക്ലിയർ ആവുന്നില്ല. മുറിഞ്ഞ മുറിഞ്ഞ കേൾക്കുന്നത്. എനിക്ക് മാം പറയുന്നത്. ഹലോ. ഇപ്പോഴോ? ഞാൻ ഇവിടുത്തെ റേഞ്ച് ഇഷ്യൂ ആണോ അത് അവിടത്തെയാണോ? ഇവിടെ റേഞ്ച് ഞാൻ പറയുന്ന മാമിന് കേൾക്കുന്നില്ലേ? ഉണ്ട്. മാം പറയുന്നതാണ് എനിക്ക് ഇങ്ങനെ കട്ടായിട്ട് കേൾക്കുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നില്ല എന്താ പറയുന്നത്. ഹലോ. ഇപ്പൊ കേക്കാവോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. അപ്പൊ കോണ്ടെക്സ്റ്റ് മാറ്റേഴ്സ് അത് കേട്ടായിരുന്നോ? കോണ്ടാക്ട് മാറ്റേഴ്സ് കേട്ടു. പക്ഷെ മാം പറഞ്ഞില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല. അത് ആ എനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഓക്കെ. അതായത് ഇപ്പം ഒരു കുട്ടി ഒരാൾക്ക് പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഫാമിലി ഉള്ള ഒരാളാണെങ്കിൽ ആദ്യം അവരെന്തായിരിക്കും നോക്കുക? ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ ഫാമിലിന്റെ കൂടെ ഫാമിലിക്ക് ഓക്കെയാണോ നോക്കും. ഫാമിലിക്ക് ഓക്കെയാണോ നോക്കും. മെയിനായിട്ട് കുട്ടികളുടെ സ്കൂളിങ്, അവർക്ക് അവിടെ പഠിക്കാൻ പറ്റിയ ഒരു ഏരിയ ഉണ്ടോ, അല്ലെങ്കിൽ സ്കൂളുണ്ടോ, നല്ലൊരു എഡ്യൂക്കേഷൻ സെറ്റപ്പ് ഉണ്ടോ എന്ന് നോക്കില്ലേ? ഓക്കെ. അപ്പം കുട്ടീൻ്റെ സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ ആണോ അത്, അതായത് പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമല്ലേ അവർ ആ പ്രൊമോഷൻ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ ചില ആൾക്കാർ. അപ്പം അവരുടെ സിറ്റുവേഷൻ ഏതാണോ അതും നമ്മുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുന്നതിൽ ഡിഫറൻസ് ഉണ്ടാക്കാം അല്ലേ? എസ്റ്റീം നീഡ്സ് വേണമെന്നുണ്ടെങ്കിലും അവരെന്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു? ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. മനസ്സിലായോ? അത് ഞാനൊരു ഈ എക്സാമ്പിളിന്റെ ഒരു ഇതാ പറഞ്ഞത് കേട്ടോ. എക്സ്ട്രീം നീഡ്സും ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്സും പറഞ്ഞത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അപ്പം നമ്മുടെ ഈ മാസ്ലോയുടെ ഫ്രെയിം വർക്ക് എവിടെയൊക്കെ മെയിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളെ ഡെയിലി ലൈഫിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് മൂന്ന് കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ, അതുപോലെ വർക്ക് സെറ്റിങ്സ്, ഹെൽത്ത് കെയർ. ഈ മൂന്ന് കാര്യങ്ങളിലും എങ്ങനെയാണ് നമ്മുടെ മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ എഡ്യൂക്കേഷനിൽ എങ്ങനെയായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുക? ഇന്നത്തെ കാലത്തെ സ്കൂളുകളൊക്കെ കൂടുതലും നൂൺ മീൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? അതൊക്കെ എന്തുകൊണ്ടാ അങ്ങനെ കൊണ്ടുവന്നേ? അവർക്ക് വിശന്നിരിക്കുകയാണെങ്കിൽ പഠിക്കാൻ പറ്റുമോ? നൂൺ മീൽസ് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതായത് ഉച്ചയ്ക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കൂളുകളുണ്ട് കുറെ അല്ലേ? അപ്പം അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം അതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലാസ്സിൽ അവർ ഫോക്കസ്ഡ് ആയിരിക്കണം, കോൺസെൻട്രേഷൻ ഉണ്ടായിരിക്കണം. ഇതൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? അവർക്ക് ഫുഡ്, അവരുടെ ഹംഗ്രി എന്തായിരിക്കണം? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ അവർക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ അവർക്ക് സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റിലല്ല അവർ താമസിക്കുന്നതെങ്കിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനത്തെ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ സ്കൂളുകൾ കുറച്ചും കൂടെ മുൻകരുതൽ എടുക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ഇവരുടെ അക്കാഡമിക് ഗ്രോത്തിനും അതുപോലെ തന്നെ സെൽഫ് ഡിസ്കവറിക്കും ഒക്കെ വേണ്ടിയിട്ടാ. ഓക്കെയാണോ? പിന്നെ വർക്ക് പ്ലേസിൽ എന്തൊക്കെ നീഡ്സാ സാറ്റിസ്ഫൈ ചെയ്യാം? ഇപ്പോഴത്തെ കുറേ കമ്പനികൾ, കോർപ്പറേറ്റ്സ് ഒക്കെ നല്ല
കോമ്പൻസേഷൻ, അതുപോലെ കുറച്ചുകൂടെ PF അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്. ചിലര് ട്രാവൽ അലവൻസ്, പിന്നെ ഫുഡിനുള്ള പൈസ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും പ്രോപ്പർ ആയിട്ടുള്ള ഹൈറാർക്കി ഓഫ് നീഡ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫുൾഫിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? Yeah. അടുത്തൊരു പോയിന്റ് ഹെൽത്ത് കെയർ. നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ഒക്കെ നമ്മളെ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ഏതെങ്കിലും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് വരാം? അതായത് ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് തന്നെ അത് സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് വരാം? നമ്മള് ഓരോ അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കും. പെർസ്പെക്റ്റീവ് വെച്ച് നോക്കും. അതായത് ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ഒരാൾക്ക് അൺമെറ്റ് ആയിട്ടുള്ള നീഡ്സ് എന്ന് വെച്ചാൽ ഈ ഹൈറാർക്കി ഓഫ് നീഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ഇരിക്കട്ടെ, ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരാളാണെങ്കിൽ അവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ വരാം? മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനെ വിട്, ഒരാള് അത്ര ഉദ്ദേശിച്ചാൽ മതി. ഇപ്പൊ ഈ പാരന്റിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചില്ലേ, ലൈക്ക് പാരന്റിങ് സെറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലേ? പ്രോബ്ലംസ്, അബ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാരണം അവർക്ക് ട്രോമ, സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, സൈക്കോളജിക്കൽ ഡിസ്ട്രെസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതിന് വേണ്ട ട്രീറ്റ്മെന്റ് പ്ലാൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാദ്യം ആര് കണ്ടുപിടിക്കണം? ഈ നമ്മള് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് കണ്ടുപിടിക്കണ്ടേ? അതായത് ഈ കുട്ടിക്ക് സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ അവര് എല്ലാ ഫ്രണ്ട്സും ഉണ്ടെങ്കിലും ആ കുട്ടി ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ? അതുപോലെ ഹൗസിങ് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ വീടൊക്കെ പ്രോപ്പർ അല്ലേ? അതുപോലെ ഫിനാൻഷ്യലി അവരുടെ ആ കുട്ടിയുടെ വീട്ടുകാർ ഓക്കെ അല്ലേ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അത് ആദ്യം ടാക്കിൾ ചെയ്താൽ മാത്രമല്ലേ ആ കുട്ടിയുടെ ഹയർ ഓർഡർ നീഡ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം ഒറ്റയടിക്ക് ഇപ്പം ആ കുട്ടിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞാണ് വരുന്നതെങ്കിൽ നേരെ നമ്മൾ സെൽഫ് എസ്റ്റീമിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിന്റെ താഴെയുള്ള ലോവർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ ഈ കുട്ടി, അതിൽ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം, അല്ലേ? അപ്പൊ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസ് വേണം ആദ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ. എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ, എന്നിട്ടേ കാര്യമുള്ളൂ. അങ്ങനെയല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മള് ഹൈറാർക്കി ഓഫ് നീഡ്സ്